ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ചാനൽ ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുകയല്ലേ, നമ്മളും സേഫ് ആയിട്ടിരിക്കുകയാണ്. നമുക്കിതപ്പോൾ രാവിലെ പറമ്പിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ പറമ്പിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഒരുപാട് നമ്മുടെ കാപ്പിയൊക്കെ നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും എന്താ പറയുക, മുല്ലപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് കാണാൻ വേണ്ടി. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് കാണാനും ഭംഗിയാണ്. അതേപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക മണാട്ടോ. അപ്പോൾ ആ കാപ്പിപ്പൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ അതിന് ചൂട് നിൽക്കുമ്പോൾ തന്നെ ഇത് അനുഭവിച്ചവർക്ക് അറിയായിരിക്കും. നല്ല സ്മെല്ലാണ് അതിൻ്റെ. ഓരോ പൂവും കാണാൻ വേണ്ടി തട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല ഇവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ച് നിന്നില്ല അതിൻ്റെ നമുക്ക് പണി ഏത് വഴി വരുന്നത് അറിയാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ കാപ്പിയിൽ ഒരുപാട് ഈ കാപ്പി ഇങ്ങനെ പൂത്ത് നിൽക്കുള്ളൂ. അപ്പോൾ ആ പൂവിൽ ഒരുപാട് തേനുള്ളതുകൊണ്ട് ആ തേൻ കുടിക്കാൻ വേണ്ടി തേൻ കുടിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ തേനീച്ചകളുണ്ട്, ഒരുപാടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ. നമ്മൾ ഒരുപാട് തേനീച്ചകളുണ്ട്. നമ്മുടെ എല്ലാ കാപ്പി മരത്തിലും ഇതേ അവസ്ഥയിലാണ്. കാരണം എല്ലാം ഒരുമിച്ച് പൂത്തിരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സ്മെല്ലും അതേപോലെ തന്നെ അതിൽ ആ തേനൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചു നേരമായിട്ട് നമ്മളിവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് വലിയ ഉപദ്രവകാരികളെല്ലാം തോന്നുന്നു. തേൻ കുടിക്കുന്നതിലാണ് അവരുടെ ഫുൾ ശ്രദ്ധ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നൊന്നും അറിഞ്ഞിട്ടില്ല തോന്നുന്നു. എന്തായാലും അത്ര ശല്യക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം ഒരു 2 വേനൽമഴ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേനൽമഴ കിട്ടിയത് കൊണ്ടും അതേപോലെ നമ്മൾ സ്പ്രിംഗ്ലർ ആണെങ്കിലും ഫുൾ ടൈം നമ്മൾ സ്പ്രിംഗ്ലർ വെച്ച് കൊടുക്കണം. നമ്മുടെ വാഴ നനയാനോ അതുപോലെ തന്നെ ഇതിന്റെ ഇടയിലുള്ള വേറെ മറ്റു വിളകളൊക്കെ നനയാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ നമ്മുടെ കാപ്പി വീട് നനയാൻ വേണ്ടി നമ്മൾ വെച്ചെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ എഫക്റ്റ് ആവണം. നന്നായിട്ട് പൂത്ത് നിൽക്കുന്നത്. കാരണം മണ്ണൊക്കെ നല്ല രീതിയിലൊക്കെ നനഞ്ഞ് നല്ല ലൂസായി കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഉഷാറ് നമ്മുടെ ചെടികളൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്ക് കാണാനും പറ്റും. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് പൂത്ത് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കാണാൻ പറ്റും. കാരണം ചെറിയ ചെറിയ പൂക്കളാണല്ലോ നമ്മുടെ ഈ ഒരു കാപ്പിയുടെ പൂക്കൾ. മാത്രമല്ല സ്മെല്ല് പറയാതിരിക്കാൻ നല്ല മണമുണ്ട് കേട്ടോ ഇവിടെ. നമ്മളിപ്പോൾ വന്ന ടൈമിൽ നമ്മുടെ തേനീച്ചകൾ വലിയ ഉപദ്രവകാരികൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വന്ന സൗണ്ട് കേട്ടിട്ടാണോ എന്താന്നല്ല, അവർ നമ്മൾ വന്നത് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ട് കേട്ടോ. ആ ഒരു തേനീച്ചകൾ ഒരുപാട് ഒരുമിച്ച് വന്നിട്ട് ആ ഒരു മൂളുണ്ട്, അത് ഒരുപാട് കേൾക്കുന്നുണ്ട്. മാത്രമല്ല ചെറിയ രീതിയിലൊക്കെ നമ്മുടെ അടുത്തേക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരുപാട് ഇങ്ങനെ ഫുള്ളായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ കാപ്പിയുടെ പൂക്കളിലും തേൻ കുടിക്കാൻ വേണ്ടി ഉള്ളിൽ കൂടെ ഇങ്ങനെ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നതിന് വേറൊരു കാര്യം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പൂത്ത് നിൽക്കുന്നത് കണ്ടത്. അപ്പം നമ്മുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ഒക്കെ കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൂടെ ഒന്ന് കാണിച്ചു എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ വന്നത് എന്തിനാണെന്നറിയില്ലേ, നമ്മൾ അവോക്കാഡോയുടെ തൈ നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ അവോക്കാഡോ പഴം കഴിക്കാൻ വേണ്ടി വാങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നട്ട് വെച്ചാണ്. അപ്പോൾ എന്നാലും അത് നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഗ്രോ ബാഗിൽ, അതേപോലെ തന്നെ 2 നമ്മൾ അല്ലാതെ മണ്ണിൽ നേരിട്ട് വേണം നട്ടത്. എന്തായാലും നമ്മൾ 3 ആട്ടോ നട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വിത്ത് 3 നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് ഉണ്ടായത് ഒരെണ്ണം നമ്മൾ ഓൾറെഡി നമ്മൾ മണ്ണിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു കുഴിയൊക്കെ കുഴിച്ച് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കിനി ഒരെണ്ണം കൂടി നമുക്ക് പ്ലാന്റ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഗ്രോ ബാഗിലാണ് ഓൾറെഡി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഒരു കുഴിയൊക്കെ എടുത്ത് നമുക്കൊന്ന് പ്ലാന്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് പോവാം അല്ലേ. നമ്മളിപ്പോൾ ആ ഒരു വിത്ത് നട്ടിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രോ ബാഗിലാണ് നട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും ഗ്രോ ബാഗിൽ അത്യാവശ്യം ഹൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പ്ലാന്റ് പോയി എടുത്തിട്ട് വരാം. കാരണം നമ്മൾ അവിടെയല്ല, നമ്മുടെ വീടിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വരാം കേട്ടോ പോയിട്ട് എന്തായാലും. പോവാണ്. അപ്പൊ നമ്മുടെ ബോഡി ഗാർഡ് നമ്മുടെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ വിളിച്ച കൂടെ തന്നെ ആള് വരുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ട് പിന്നാലെ വന്നിരിക്കുവാണ്. ഇതാണ് നമ്മുടെ അവോക്കാഡോയുടെ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള ഒരു തൈ. അപ്പൊ ഇത്ര ഹൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലെവലിൽ എത്തിയിട്ട് ഇപ്പൊ എന്റെ ഹൈറ്റ് ആയിട്ടുണ്ട് ഇത് ഇപ്പൊ വന്നിട്ട്. അപ്പൊ നമ്മള് നേരത്തെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടതാണ്. കാരണം നമ്മൾ കഴിക്കാൻ വാങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നട്ട് നോക്കിയത്. അപ്പൊ ഉണ്ടാവും നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. എന്നാലും നമുക്ക് ഉണ്ടായപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം നമുക്ക് അവോക്കാഡോ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടാവാന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെ. അതേപോലത്തെ ഒരു ഹാപ്പിനെസ് തന്നാട്ടോ നമ്മുടെ ഈ ഒരു അവോക്കാഡോയുടെ തൈ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് വേറെ ഒരെണ്ണുണ്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ വേറെ ഒരെണ്ണം നട്ടിട്ടുണ്ട്. അപ്പൊ അടുത്ത ഒരെണ്ണമാണ് നമ്മൾ താഴെ നമ്മൾ പറിച്ച് നട്ടിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിലാട്ടോ നമ്മൾ ഇത് നട്ടിട്ടുള്ളത്. അപ്പോൾ ഗ്രോ ബാഗിൽ തന്നെ ആദ്യം മുളകും തൈ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുളകും തൈൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാവും എന്ന് വിചാരിച്ച് നട്ടതേ അല്ലല്ലോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മുളകും തൈ സൈഡിലുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് പറിച്ച് നടാം. അതേപോലെ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ വെയിലടിക്കുന്നതുകൊണ്ട് എത്രത്തോളം നമുക്ക് ഈ ഒരു ചെടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല. അപ്പോൾ എന്തായാലും വെയിലത്തിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാം.
ഇതേപോലെ നമ്മളിപ്പോ ഈ ഒരു ഗ്രോ ബാഗ് വെച്ചിട്ട് നമ്മുടെ വീടിനോട് ചേർന്നിട്ടാണ്. കാരണം ഇതിൽ നമ്മൾ കുറച്ച് ഗ്രോ ബാഗുകളിലൊക്കെ നമ്മുടെ കറ്റാർ വാഴ അതുപോലെ തന്നെ വേറെയും കുറച്ച് മുളകുന്നതും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചുവട്ടിൽ തന്നെ നമ്മളോട് വെച്ചിട്ടുണ്ട്. എന്നാലും വെറുതെ നട്ടു കൊടുത്തില്ല, എന്നാലും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് നല്ല സേഫ് ആയിട്ട് ഒരു കുഴിയൊക്കെ എടുത്ത് നമുക്ക് നന്നായിട്ട് നടാം. അപ്പൊ എന്നാലും ഈ വെയിലത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു തൈ ഒന്ന് എടുക്കാം. അടിയിലേക്ക് ചെറിയ രീതിയിൽ വേര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ വേര് പൊട്ടാ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇതങ്ങനെ എളുപ്പമൊന്നും പൊന്തിച്ചാൽ വരും തോന്നില്ല ഗൈസ്, പെട്ടെന്നാണേ തോന്നുന്നത്. അപ്പൊ അത് അടിയിലേക്ക് ഇങ്ങനെ ഈ ഒരു വേര് നല്ല രീതി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം വണ്ണത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും താഴ്ചയിലേക്ക് പോയിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇത് അടിയിലേക്ക് ഇറങ്ങിയിട്ട് അപ്പൊ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് എടുക്കാം നമുക്ക് അടിയിൽ നിന്ന്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു വിധത്തിൽ നമ്മുടെ അവോക്കാഡോ തൈ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. മാത്രമേ നമുക്ക് ഇത് എന്തായാലും ഇവിടെ നടാൻ പറ്റില്ല, കാരണം അത് അവോക്കാഡോ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മരമായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ വീടിനോട് ചേർന്ന് നട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ബുദ്ധിമുട്ടാകും. എന്നാലും നമുക്ക് നല്ല സേഫ് ആയിട്ടൊരു സ്ഥലം നോക്കിയിട്ട് ഇതിനെ കൊണ്ട് നടാം. അങ്ങനെ നടാൻ വേണ്ടി നമ്മൾ തൂമ്പി എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ വാഴയുടെ ഇടയിൽ കൂടി ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ കാറ്റത്തൊക്കെ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മളിപ്പോൾ കൊലച്ചു തുടങ്ങിയ വാഴകളെല്ലാം കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇത്രയും ഹൈറ്റുള്ള ഈ ഒരു തൈ കൊണ്ട് പോകുന്നത് കുറച്ച് റിസ്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ എവിടെയാണ് നടന്നത് ആ ഒരു സ്ഥലം വരെ നമുക്ക് എത്തിക്കണമല്ലോ. എന്നാലും പതുക്കെ ഒന്ന് പോവാം. അതിനാ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ അവോക്കാഡോയുടെ തൈ ഞാൻ അവിടെ മേളിൽ കയറ്റി വെച്ചിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് ഇറക്കാട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് നമ്മൾ നടാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാണ്ട് ഒരുപാടൊന്നും ഇല്ല, എന്നാലും കുറച്ച് ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു കുഴി എടുക്കണം. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യാം. വാഴയുടെ ചപ്പന്നെയാട്ടോ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു വാഴച്ചപ്പൊന്ന് മാറ്റട്ടെ. ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് നടുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം. കമ്പെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് എളുപ്പമായിരിക്കും അല്ലേ. വെയിൽ ഭയങ്കരമായിട്ട് ശക്തിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു വേനൽ മഴ 2 ദിവസം കിട്ടിയതുകൊണ്ട് നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വെയിലായിട്ടുണ്ടേ. നമ്മളീ ഒരു അവോക്കാഡോ അന്ന് വാങ്ങുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ആ ഒരു അവോക്കാഡോ വാങ്ങിയത്. അപ്പം എന്തായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അതേപോലെ തന്നെ അവോക്കാഡോയ്ക്കാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു സീഡൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് തോന്നി. നല്ല വലിപ്പമുള്ളൊരു സീഡ് കൂടിയായിരുന്നേ. അപ്പോൾ വെറുതെ നട്ടു നോക്കിയതാ, എന്നാലും സക്സസ് ആയത്. അങ്ങനെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വാഴച്ചപ്പായിരുന്നല്ലോ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാഴച്ചപ്പൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട്, കാരണം നമുക്ക് ആ ഒരു വാഴച്ചപ്പ് ഈ ഒരു നടുന്ന ഒരു ടൈമിൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്താണെന്ന് നമുക്ക് വഴി കാണാം. അപ്പോൾ ഇനി നമുക്കൊന്ന് കിളയ്ക്കാം. പുല്ല് അധികമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചപ്പന്നെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എന്നാലും ചെറിയ ചെറിയ പുല്ലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഈ ഒരു തൂമ്പയ്ക്കൊന്ന് കിളയ്ക്കാം. അങ്ങനെ നമ്മൾ കിളച്ചെറിച്ചത് കുറച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ കിളക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഇപ്പം നട്ടുപിടിച്ച വാഴയുടെ വേരാന്ന് തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു വേരി കണ്ടിട്ട്. അപ്പോൾ ആ വേര് പൊട്ടാത്ത രീതിയിൽ നമുക്ക് ബാക്കി സൈഡിൽ നിന്ന് കിളച്ച് എടുക്കാം.
നമ്മുടെ കുഴിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് തണുത്ത വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുടിക്കാട്ടോ. ആ ഒരു ലെവലിലായിട്ടുണ്ട്. നമ്മുടെ കുഴി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഴത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മാത്രമല്ല നല്ല രീതിയിൽ വെയിൽ ഇങ്ങനെ കുത്തി ചൊലിച്ച് നിൽക്കും സൂര്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലൊക്കെ കളിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടിയാണ് നമ്മൾ കുഴി നല്ല സെറ്റപ്പ് ആയിട്ട് എടുത്തിട്ട്. അപ്പം എന്തായാലും ഇനി ബാക്കി എന്തൊക്കെയാണെന്നല്ല അപ്പം ഒന്ന് നോക്കാം. കൂട്ടത്തിൽ നമ്മുടെ ആവണിക്കുട്ടി കൂടി വന്നിട്ടുണ്ട് നമ്മുടെ പറമ്പിലേക്ക്. ഇതായി നമ്മുടെ ഒരു അവക്കടയുടെ തൈ നടാൻ വേണ്ടിയിട്ട് ആള് അവളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. വാഴയുടെ കൈയൊക്കെ ഒരുക്കുക എന്നാണ് ആള് തോന്നുന്നത്. ആവണിക്കുട്ടി ഇവിടെ 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 സുത്തു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. എന്തോ പരിപാടി, എന്താ ചെയ്യണേ ഇവിടെ? എന്താ ഫുള്ള് ബിസിയാണ് ആളെന്തായാലും. എന്തോ അങ്ങനെ നമ്മുടെ കുഴിയുടെ പരിപാടി കഴിഞ്ഞല്ലോ. പിന്നെ കുഴിയുടെ പരിപാടി കഴിഞ്ഞ അവസ്ഥയ്ക്ക് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഴത്തിലാട്ടോ നമ്മൾ വലിയൊരു കുഴി തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിലേക്ക് ഇനി ഞാൻ കുറച്ച് നേരത്തെ ഇവിടുത്തെ ചപ്പ് എടുത്തതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്ന ചപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ആ ഒരു ചപ്പും അതേപോലെ തന്നെ കുറച്ച് ചപ്പ് കൂടി നമുക്ക് എടുക്കണ്ട, കാരണം എടുത്തതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു കുഴിയിൽ റൗണ്ടിൽ തന്നെ വെച്ചു കൊടുക്കണം. അങ്ങനെയാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അടിവളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടന്ന ഒരു ഏതൊരു തൈയാണെങ്കിലും ഏതൊരു ചെടിയാണെങ്കിലും ഒക്കെ നമുക്ക് നന്നായിട്ട് അടിവളം കൊടുക്കുകയാണെങ്കിൽ വേരൊക്കെ അത്യാവശ്യം നന്നായിട്ട് മണ്ണിലേക്ക് ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വളരും. അപ്പൊ എന്തായാലും കുറച്ച് കൂടി ഒന്ന് ചപ്പ് എടുക്കാണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ തന്നെ വാഴ ഉണ്ടല്ലോ. അപ്പൊ അതിന് കുറച്ച് ചപ്പ് കൂടി ഒന്ന് മുറിക്കണം. അപ്പൊ അരിവി എടുത്തിട്ടുണ്ടേ. അപ്പൊ നേരത്തെ എടുത്ത് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് ചപ്പ് കൂടി നമുക്ക് ഇവിടെ തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ അടുത്ത് നമ്മുടെ കുറച്ച് വാഴയുടെ ഒക്കെ കൈ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കൈ ഒരുക്കിയതൊക്കെയാണ് ഇതിന്റെ ചോട്ടിൽ കൂടെ ഒക്കെ കിടക്കണം. എന്നാലും അതിന് കുറച്ച് ചപ്പ് നമുക്ക് എടുക്കാം അങ്ങോട്ട്. ഇതാ നമ്മുടെ അത്യാവശ്യം വേണ്ട ചപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് കരിയില്ല, അതായത് ഇതേപോലെ ചപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല വ്യത്യസ്തമായിട്ടാണ് നടാൻ വേണ്ടി പോകണം. അപ്പോൾ എന്തായാലും അതിന്റെ ഭാവിയുള്ള വളർച്ചയൊക്കെ നമുക്ക് എന്തായാലും വഴിയെ നമ്മുടെ വീടിലൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുകാരണം നമുക്ക് ഈ ഒരു ചപ്പൊക്കെ എടുത്തിട്ട് നമ്മുടെ കുഴി എടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ നമുക്ക് ചപ്പ് എന്തായാലും ഇവിടെ എത്തിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഈ ഒരു ചപ്പ് ഡയറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയല്ല. അപ്പൊ നമ്മൾ കുറച്ചായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പൊ എന്തായാലും നമുക്കത് നോക്കാം. അപ്പൊ ഇവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പൊ നമുക്ക് ഈ കുഴിയിലേക്ക് അങ്ങ് ഇറങ്ങാം കേട്ടോ. റൗണ്ടിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഡയറക്റ്റ് അങ്ങനെ അങ്ങ് കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവല് ചെയ്യാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ട് പക്ഷെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടില്ല. അപ്പം എന്തായാലും ആ ഒരു ഭാഗം കൂടി നോക്കട്ടെ. ഇപ്പൊ വീണ്ടും കുഴി പോയി. അങ്ങനെ നമ്മൾ ഒരു ലെയർ ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ആ ഒരു കരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതിന്റെ പൊക്കത്ത് കുറച്ച് ചാരം ഒന്ന് വെതറാനുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു ചാരം ഒന്ന് എടുത്ത് ഞാൻ നേരത്തെ തന്നെ പാത്രത്തിൽ കുറച്ച് നമ്മുടെ ചാരം എടുത്തിട്ടുണ്ട്. അപ്പൊ വെണ്ണീർ അങ്ങനെ എന്തൊക്കെയാ പറയാന്ന് പറയുന്നത് നമ്മളിവിടെ ചാരം കേട്ടോ പറയാറ്. അതേപോലെ തന്നെ കുഴിക്ക് അത്യാവശ്യം ആഴമുണ്ട്. സൈഡിൽ കൂടെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ ഞാൻ കുഴി ചാടുന്ന അറിയില്ല. എന്തായാലും നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ചീശം ഒന്ന് വെതറി കൊടുക്കാം. ചാരായതുകൊണ്ട് എപ്പോഴും നല്ല താത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് പറന്ന് ഫുള്ള് നമ്മൾ ചിലപ്പോൾ ചാരത്തിൽ കുളിക്കും. അങ്ങനെ ഫസ്റ്റ് ഘട്ടം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ രീതി തന്നെ ഒന്ന് 2-3 വട്ടം ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുഴിയുടെ ആഴത്തിനനുസരിച്ച് നമുക്ക് ചെടി നടാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അതിനനുസരിച്ച് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര വലുപ്പത്തിലുള്ള കുഴിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ചപ്പൊക്കെ ഇടണേ. അപ്പോൾ എന്തായാലും ഈ ഒരു ചാരം ഇട്ടിരിക്കുന്നത് നമുക്ക് അടുത്തത്
കേട്ടോ. നമ്മൾ എടുത്തതിലുള്ള ബാക്കി കുറച്ച് ചപ്പൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് അമർത്തി കൊടുക്കണ്ട, എന്നാൽ ഒന്ന് ലെവൽ ചെയ്യാൻ പാകത്തിന് ഒന്ന് റെഡിയാക്കി കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു ചപ്പ് പോരാട്ടോ, നമുക്ക് കുറച്ചുകൂടി ചപ്പ് വേണം. അതെന്താ നമ്മൾ എടുത്ത ചപ്പ് തീർന്ന അവസ്ഥയ്ക്ക് നമുക്ക് കുറച്ച് ചപ്പ് കൂടി മുറിക്കാം. നമ്മൾ ഈ ഒരു വാഴയിൽ നമുക്ക് കുറച്ച് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തായാലും നമുക്ക് ആവശ്യമുള്ള ചപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുത്തത് നമ്മുടെ അടുത്ത ഘട്ടം ചാരാണ്. അപ്പം എന്തായാലും ചാരം കൂടി ഒന്ന് മേൾക്ക് ഇട്ട് കൊടുക്കട്ടെ. കുഴിയുടെ എല്ലാവരും ഒരേ ലെവലിലാവുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് വളം ചെയ്യുവാണെങ്കിലും തൈ നടാനുള്ള നമ്മുടെ കുഴി നമ്മൾ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് തൈ എടുക്കണം. അപ്പോൾ എന്തായാലും ഗ്രോ ബാഗിലാണല്ലോ നമ്മളിപ്പോൾ തൈ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു ഗ്രോ ബാഗിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് അതും സൈഡിൽ നിന്ന് വേരുകളൊക്കെ എന്തായാലും അത്യാവശ്യം നന്നായിട്ട് നമ്മൾ പറിച്ചെടുത്തപ്പോൾ തന്നെ അടിയിലേക്ക് നന്നായിട്ട് വേര് ഇറങ്ങിയത് കണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും അതിൽ അത്യാവശ്യം വേരുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വേരൊന്നും മുറിയാത്ത രീതിയിൽ നിന്ന് തൈയൊന്നും അതിൽ നിന്ന് എടുക്കാം. അവസ്ഥ ഇപ്പം ഇതാണ്. കാരണം നമ്മളിതിൽ മുളകിൻ്റെയൊക്കെ ഓരോന്ന് കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ബാക്കി അവശേഷിക്കുന്ന കണികയാണ് ഗൈസ് ഈ കാണുന്ന ഒരു മുളകും തൈ. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രോ ബാഗ് നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇത് മാറ്റാൻ പോവുകയാണല്ലോ. ഗ്രോ ബാഗ് ഇങ്ങനെ പതുക്കൊന്ന് മാറ്റുമ്പോഴത്തേനെ നോക്കി നാല് പോലെ ചെറിയ ചെറിയ വേരുകളുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ. അതേപോലെ തന്നെ ഈ ഒരു ഗ്രോ ബാഗ് ഫുള്ളായിട്ട് നമുക്ക് കൂടുതലായിട്ട് ആട്ടും കാഷ്ടം, ചാണകപ്പൊടി, അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഗ്രോ ബാഗിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നോക്കാം ഒരു പുതിയ ആ വേരുകളൊക്കെ നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചകിരിച്ചോറൊക്കെ നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് മണ്ണിനൊക്കെ നല്ല ഇളക്കുണ്ടേ. ഗ്രോ ബാഗിൻ്റെ അടിയിലേക്ക് നിറച്ച് പേരാണ് ചെറുതായിട്ടൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് പതുക്കൊന്ന് പുറത്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു അവോക്കാഡോയുടെ തൈ. അടിയിലേക്ക് നമുക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു കുഴിയുടെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു ചെടിയുടെ ചോട്ട് നന്നായിട്ടൊന്ന് മണ്ണിട്ട് കൊടുക്കാം. നമ്മുടെ അവോക്കാഡോ നട്ടതിന്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു മുളകും തൈയും വെച്ച് കൊടുത്തിട്ടുണ്ടേ.
വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് നല്ല സെറ്റ് ആക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രാവിലെ തന്നെ നല്ല രീതിയിൽ വെയിലും കൂടി ഉള്ളതുകൊണ്ട് നന്നായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അവോക്കാഡോയുടെ പ്ലാന്റ് നമ്മൾ നന്നായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവോക്കാഡോയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അറിയണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഹെൽത്തിനാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് അടിപൊളി തന്നെയാണ്. അപ്പോൾ ഷുഗറുള്ള പേഷ്യൻസിന് വരെ നമുക്ക് അവോക്കാഡോ കഴിക്കുന്നത് അടിപൊളി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ നമ്മൾ എന്താണ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിലൊരു അവോക്കാഡോയുടെ തേയൊക്കെ നട്ടു കൊടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു വെറൈറ്റി രീതിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള അടിവളമൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അതിന്റെ വളർച്ചാ ഘട്ടങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഭാവിയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിയേക്കണം. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ എടുത്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിരുന്നതായിരിക്കും. അപ്പോൾ എന്താ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് കാണുന്നത്. ബൈ.